ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഉണ്ട് എല്ലാവർക്കും ഒരു സുഖമല്ലേ? ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. എന്താണ് വിശേഷങ്ങളൊക്കെ? അപ്പം ഇന്നലത്തേക്കായും തണുപ്പ് ഇന്നുണ്ട്. ഒരു 14 ഡിഗ്രിയാണ് ഇന്നത്തേക്ക് താപനില. ഏതായാലും ആളുകളിങ്ങനെ ചോദിക്കുകയാണ്, ഇന്നത്തെ വിഷയം എന്താ നാളെ വിഷയം എന്താണ് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറയും, മക്കളെ, വിഷയം ഓരോ ദിവസവും ഓരോ വിഷയം ആസ്പദമാക്കിയിട്ടുള്ള ഒരു ടോക്കായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതെനിക്ക് കാത്തിരുന്ന് കാണാം എന്നേ പറയാനുള്ളൂ. അപ്പോൾ പിന്നെ ചോദിക്കും, നിങ്ങൾ അന്നിട്ട വീഡിയോൻ്റെ ബാക്കിയൊന്ന് തരുമോ ചോദിക്കും. അതിൻ്റെ മുഴുവൻ കാണണമെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കയറുക. അപ്പോൾ നോക്കുക. അപ്പോൾ യൂട്യൂബ് ചാനൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോകൾ സേവ് ചെയ്ത് വെക്കാൻ കേട്ടോ. അല്ലാതെ നമുക്ക് അതിൽ നിന്നൊരു വരുമാനമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തിനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ആ കാര്യം ഞാൻ എല്ലാവരോടും പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇന്നത്തെ വിഷയം പറയാൻ വലിയ ഒരു മാനസികമായിട്ട് തന്നെ ഒന്ന് തയ്യാറെടുക്കേണ്ടി വരും. എന്താ അറിയോ, അത് അത്രക്കും ഭയങ്കര, പറഞ്ഞാൽ തീരൂല. പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കാലങ്ങളോളം പറയേണ്ടി വരും. അങ്ങനെയുള്ളൊരു വിഷയമാണ്. ഏറ്റവും പരമപ്രധാനമായൊരു വിഷയം അറിയാലോ, ബാപ്പ ഉമ്മ, ഫാദർ ആൻഡ് മദർ, അച്ഛൻ അമ്മ. ഇതാണ് ഇന്നത്തെ വിഷയം. അതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ ഫേസ്ബുക്കോ ഈ വാട്സപ്പോ യൂട്യൂബോ ഒന്നും തികയില്ല. അതിന് അത്രമാത്രം നന്മകൾ പറയാനുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിൽ ഞാൻ ഇന്നത്തെ വിഷയം എടുക്കുന്നത് ഉമ്മ, മദർ അല്ലെങ്കിൽ അമ്മ. അതിന് ഒരുപാട് അർത്ഥമുണ്ട് മക്കളെ. അത് പറയുകയാണെങ്കിൽ ഇനി എന്താ പറയുങ്ങളോട്. ഈ വിനീതൻ്റെ മാതാവ് വിട പറഞ്ഞിട്ട് 41ാമത്തെ മാസത്തിലേക്ക് കിടക്കുന്നു. ഈ ഒരു വിഷയം പറയുമ്പോൾ എൻ്റെ മനസ്സ് തിരിങ്ങിപ്പോവുകയാണ്. ഏത് വിധേന നിങ്ങളോടിത് പറയണം. എൻ്റെ ഉമ്മാൻ്റെ കാര്യം അങ്ങനെയല്ല പറയുന്നത്. പൊതുവേ മദർ, ഉമ്മ എന്നുള്ള അല്ലെങ്കിൽ അമ്മ എന്നുള്ള ആ ഒരു വാക്ക്, ഉമ്മയെ സ്നേഹിക്കണം, ഉപ്പയെ സ്നേഹിക്കണം. അത് എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് സമയമെടുക്കും. അപ്പോൾ എല്ലാവരും ഓരോ സെഷനായിട്ട് അത് കാണാം. അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷത്തോളമായി. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും സ്നേഹിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ, ഈ സമയം വരെ. ഇന്നിപ്പോൾ ഇവിടെ 7 മണിയാണല്ലോ. 2026 23/1/2026. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. എൻ്റെ ഉമ്മ മരണപ്പെടുന്നത് വരെ 2022 ഒക്ടോബർ 12 മരണപ്പെടുന്നത് വരെ എൻ്റെ ഉമ്മയോട് സംസാരിക്കാത്തൊരു ദിവസം എനിക്ക് കടന്നു പോയിട്ടില്ല. പ്രവാസ ലോകത്താണെങ്കിൽ പോലും, പണ്ടത്തെ കാലത്തൊന്നും ഫോണില്ലാത്തൊരു കാലമായിരുന്നു. ഞാൻ ഗൾഫിൽ പോയി സൗദി പോയ കാലത്ത് ഫോണില്ലാത്തൊരു കാലം എങ്കിലും വീട്ടിലന്ന് ലാൻഡ് ഫോണുണ്ട്. പക്ഷെ എൻ്റെ ഉമ്മാനെ അന്ന് ഒരു മിനിറ്റിന് 8 റിയാലാണ് സൗദിയിൽ നിന്ന് വിളിക്കണമെങ്കിൽ. ആ 8 റിയാൽ ചെലവാക്കിയിട്ട് പോലും ഞാൻ അന്നത്തെ എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ വിളിക്കായിരുന്നു. ഒരു പക്ഷേ എന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയോട് സംസാരിച്ചേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ ഉമ്മയോട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ ഉപ്പയോട് സംസാരിച്ചിട്ടുണ്ട്. അതൊരു ആത്മാർത്ഥ ബന്ധമാണ്. അത് പറഞ്ഞറിയിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എടുക്കണമെങ്കിൽ സമയമെടുക്കും. ഉമ്മ എന്നുള്ളത് വലിയ പരമപ്രധാനം. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, എൻ്റെ ഉമ്മയെ
അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും ഉമ്മ ആരായിക്കോട്ടെ, ഞാൻ എൻ്റെ ഉമ്മേൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, എല്ലാവരും ഉമ്മാൻ്റെ കാര്യമാണ്. ഉമ്മമാരെ സ്നേഹിക്കണം, ഉപ്പമാരെ സ്നേഹിക്കണം. അതാണ്. ഇപ്പോൾ ചിലവർ ചോദിക്കും, ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിക്കാതെ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിക്കാതെ ഒരു കാര്യവും ഇപ്പോഴും ചെയ്യാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലവർ ചോദിക്കും, നിങ്ങൾക്ക് ഇത്ര വയസ്സായില്ലേ, നിങ്ങൾ ഇത്ര ഉയർന്ന നിലയിലെത്തിയില്ലേ? പക്ഷെ അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എൻ്റെ ഉപ്പയോട് ചോദിക്കാതെ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയോട് പെർമിഷൻ ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ ആ പൊരുത്തം എന്നും നമ്മൾ സൂക്ഷിക്കണം. അത് നമുക്ക് മുറുകെ പിടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കണമെങ്കിൽ അവരുടെ പൊരുത്തമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മാതാപിതാക്കൾ എല്ലാവർക്കും ഉണ്ടാവും. ചിലർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അവർ മരണപ്പെട്ടു പോയാൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ ഉമ്മയെ മരണപ്പെട്ടു എൻ്റെ ഉമ്മയെ ഓർക്കാത്ത ദിവസങ്ങളോ ഓർക്കാത്ത സമയങ്ങളോ ഞാൻ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഞാൻ എൻ്റെ ഉമ്മയെ സമീപിച്ച് ഉമ്മയോട് 2 വാക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഉമ്മയോട് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ. ഇനി അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എനിക്ക് വലിയ സങ്കടമുണ്ട് ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ. ഇപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ ഉമ്മയെ മറന്നിട്ടില്ല. എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി ഉമ്മയോട് സമ്മതം വാങ്ങിയിട്ടാണ് എൻ്റെ മോനെ ഞാൻ നിക്കാഹിന് പറഞ്ഞയച്ചത്. ഓരോരുത്തരും അതന്ന് അവിടെ കൂടി എല്ലാവർക്കും അറിയായിരിക്കും. പ്രിയമുള്ളവരെ, എനിക്ക് ഏറ്റവും നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മയെ സ്നേഹിക്കണം. ഉപ്പ അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പലരും എന്നെ ഓരോ ആവശ്യങ്ങളായി സമീപിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഉമ്മക്കല്ലേ? അപ്പം ഞാൻ അവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? അവരെ നന്നായിട്ട് നോക്കണം. അവരൊരിക്കലും പക്ഷേ ചിലപ്പോൾ നമ്മൾ ഒരു സമയത്ത് ദേഷ്യം കൊണ്ട് ചിലപ്പോൾ നമ്മൾ അവരോട് ചിലപ്പോൾ വല്ലാതെ എതിർത്ത് പോവും, കുത്തുവാക്കുകൾ പറയും. പക്ഷെ അതൊന്നും പാടില്ല. നിങ്ങൾ ഉമ്മയെയും ഉപ്പയെയും മാതാപിതാക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിലെ നിധിയായിട്ടാണ് എൻ്റെ മാതാപിതാക്കളെ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നിധി അവരാണ്. നമ്മളുടെ സമ്പത്ത്. നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മളുടെ സമ്പത്ത് മാതാവും ഉമ്മയും ഉപ്പയുമാണ്. എൻ്റെ ഉമ്മ മരണപ്പെട്ടുവെങ്കിലും പക്ഷെ എൻ്റെ ഉമ്മ എൻ്റെ ചാരത്തുള്ള മാതിരിയാണ് ഞാൻ ഇന്നും കൊണ്ടു നടക്കുന്നത്. ഇപ്പം ചിലവർ ചോദിക്കും, നിങ്ങളുടെ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ എന്താ മാറ്റാത്തത്? അപ്പം ഞാൻ പറയും, എനിക്ക് മാറ്റാൻ കഴിയില്ല. ഞാൻ എത്ര കാലം നിലനിൽക്കുന്നു അത്രയും എൻ്റെ ഉമ്മയെ സ്നേഹിച്ച്, ഉമ്മയുടെ സാമീപ്യം എനിക്ക് എപ്പോഴും അത്യാവശ്യമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളുടെ ഒക്കെ ഉമ്മമാരെ ഇതുപോലെ സ്നേഹിക്കണം. ഉപ്പമാർക്ക് അവരുടെ വ്യക്തമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാകണം. നമ്മളിവിടെ പ്രവാസത്താണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും രൂപത്തിൽ പോയിക്കോട്ടെ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എല്ലാവരും മാറ്റണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവർക്ക് എന്താ വേണ്ടത്? ഒരു പക്ഷേ എൻ്റെ ഉമ്മ എന്നോട് ചോദിക്കും, ഞാൻ ആദ്യമൊക്കെ ഉമ്മ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് 1 or 2 മാസം കഴിഞ്ഞ് പെട്ടെന്ന് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ചോദിക്കും, നീ എന്നാ ടിക്കറ്റ് എടുത്തോ, വരാനായില്ലേ, എപ്പോഴാണ് എയർപോർട്ടിലെത്തണ? ഉമ്മ ഇങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്. പക്ഷേ ഞാൻ ചിലപ്പോൾ തയ്യാറായിട്ടുണ്ടാവില്ല, എൻ്റെ ജോലി തിരക്കും കാരണം ഞാൻ തയ്യാറായിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ്, വീട്ടിൽ കളവ് പറഞ്ഞ്, എൻ്റെ ഭാര്യയോട് ചിലപ്പോൾ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകേണ്ടതുണ്ട്, അങ്ങനെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിലും ഞാൻ കാണാൻ പോകുന്നത് എൻ്റെ വന്ധ്യമാതാവിനെ ആയിരുന്നു, എൻ്റെ പിതാവിനെ ആയിരുന്നു. അവരെന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് വരും. കാലിക്കറ്റ് എയർപോർട്ടിൽ വന്ന് എല്ലാം മരണം വരെ എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ വലിയ സന്തോഷമാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ ഉമ്മയെ ഓർത്ത് വിലപിക്കുകയാണ്. ഉമ്മയില്ലാത്തതിൻ്റെ ആ ഒരു സങ്കടം അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര എന്നറിയും, എൻ്റെ വന്ധ്യമാതാവ് ഇന്നും എൻ്റെ കൂടെ ജീവിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊക്കെ എനിക്ക് വിനീതമായി ഓർക്കാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് നിൽക്കാതെ നിങ്ങൾ എന്തെങ്കിലും അവരോട് കശപിശ കൂടുന്നവരാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ കയ്യിൽ പിടിച്ച്, അവരുടെ കാൽ പിടിച്ച് മാപ്പുമ്മ 10,000 കോടിക്കണക്കിന് മാപ്പുമ്മാനോട് പറഞ്ഞാലും ഉമ്മ എന്തെന്നറിയോ, ഉമ്മമാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണു.
അമ്മമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? എനിക്ക് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉമ്മയില്ല, എൻ്റെ കാര്യങ്ങൾ കാണാൻ എൻ്റെ ഉമ്മയില്ല, എൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ എൻ്റെ ഉമ്മയില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടെ, ഞാൻ നിങ്ങളോട് ഇത് എൻ്റെ ഒരു സങ്കടമായിട്ടോ എൻ്റെ ഒരു പറയുമ്പോൾ വരുന്ന ഓരോരോ ഫീലിങ്ങുകളാണ്. പക്ഷെ ഉമ്മ എന്നുള്ള ഒരു കണ്ടന്റ്, ഉമ്മ എന്നുള്ള ഒരു ഉമ്മ എന്നുള്ള ഒരു വാക്ക്, അമ്മ എന്നുള്ള ഒരു വാക്ക് ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത്. വളരെ പരമപ്രധാനമാണ്. എത്ര കോടികൾ നമുക്ക് ലഭിച്ചാലും ഇതിന് സമാനമായിട്ടൊന്നും കിട്ടൂല ഉമ്മാക്കും ഉപ്പാക്കും. അത് നിങ്ങൾ ആലോചിച്ചോ. അന്ത്യപ്രവാചകനോട് ഒരു സഹാബി ചോദിച്ചു, ആരോടാണ് നിങ്ങൾ ഏറ്റവും കടപ്പെട്ടവർ? നമ്മൾ ഒരാൾ കടപ്പെട്ടവന്. അപ്പോൾ 2-3 പ്രാവശ്യം ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞ മറുപടി ഉമ്മയോട്. ഏറ്റവും ആദ്യം നമ്മൾ കടപ്പെട്ടവർ നമ്മളുടെ മാതാവിനോടാണ്. വീണ്ടും ചോദിക്കുമ്പോഴാണ് പറയണത് നിങ്ങളുടെ പിതാവിനോടാണ്. അപ്പോൾ ഉമ്മ അയച്ച് പിതാവിന് ഇവിടെ സ്ഥാനമില്ല എന്നല്ല, പിതാവിനും സ്ഥാനമുണ്ട്. പിതാവിൻ്റെതായ സ്ഥാനങ്ങൾ കൊടുക്കണം. ഞാൻ എൻ്റെ ഉമ്മയെ വിളിക്കാതെ ദിവസം കടന്നു പോയിട്ടില്ല. എൻ്റെ ഉമ്മ മരണപ്പെടുന്നത് വരെ. ഇപ്പം ഞങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ, ഞാനും അനിയന്മാരൊക്കെ നാട്ടിൽ പോകുമ്പോൾ ദിവസവും ഞങ്ങളുടെ ഉമ്മയുടെ ഖബറിനടുത്ത് ചെന്ന് സിയാർത്ത് ചെയ്യും. ഉമ്മയോട് നമ്മളുടെ സങ്കടങ്ങൾ, നമ്മളുടെ സന്തോഷങ്ങൾ, നമ്മളുടെ വീട്ടിലെ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യും. അത് നമ്മളുടെ ഉമ്മ നമ്മളോടൊപ്പം ജീവിക്കുന്നു. ഖബറിൽ പോലും, പരലോകത്ത് പോലും ജീവിക്കുന്നത് നമ്മളുടെ കൂടെ എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ്. അപ്പോൾ എൻ്റെ നല്ലവരായ എല്ലാവരോടും, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളോടൊക്കെ എനിക്ക് ഉണർത്താനുള്ളത് ഉമ്മ എന്നുള്ള ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഈ ഒരു ഇന്നത്തെ വിഷയത്തിലാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരുടെ എന്തെങ്കിലും ഒരു അലോഗ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് ഉമ്മയെ സ്നേഹിക്കണം, ഉമ്മയെ അടുത്ത് നിർത്താം. ഇപ്പോൾ പല രക്ഷിതാക്കളും എന്നോട് പറയാറുണ്ട്, എൻ്റെ മോൻ എന്നെ നോക്കുന്നില്ല, എൻ്റെ മോനക്ക് എനിക്കിതൊന്നും തരുന്നില്ല. അതൊക്കെ വളരെ തെറ്റാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും ആ ഒരു ലാളന, ഒരു ഇതില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിന്നെ ജീവിച്ചിട്ട്? ആർക്ക് വേണ്ടി ജീവിക്കണേ? വെറും മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ടോ? ഞാൻ അതിനെതിരാ. വെറും ഭാര്യയും മക്കളും മാത്രമായി ജീവിക്കുന്നതിന് ഞാനെതിരാണ്. ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. അതിന് യാതൊരു എക്സ്ക്യൂസും ആരും ചെയ്യരുത് എന്നാണ് എനിക്ക് വിനയത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഉമ്മയുടെ കാലടി ചീലാണ് സ്വർഗം എന്നുള്ളത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഒരു വാട്സപ്പും ഫേസ്ബുക്കും തികയില്ല. ഒരുപാട് കാര്യങ്ങൾ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മദർ, ഉമ്മ, അമ്മ, ഈ ഒരു വാക്കിന് നിങ്ങൾക്ക് എത്ര വില കൊടുത്താലും കോടിക്കുള്ളിൽ നിങ്ങളുടെ സമ്പത്തുണ്ടായിക്കോട്ടെ, പക്ഷെ ഉമ്മയും ഉപ്പയും നോക്കാതെ നിങ്ങൾ മുന്നോട്ട് നയിക്കരുത്, മുന്നോട്ട് പോയിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. എൻ്റെ വന്ധ്യമാതാവ് മരണപ്പെട്ട്, ഞാൻ പറഞ്ഞു, എൻ്റെ വന്ധ്യമാതാവിന് വേണ്ടി എല്ലാ മാസവും മരണപ്പെട്ട അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആരാണുള്ളത്? ചിലപ്പോൾ ഉപ്പയും ചിലപ്പോൾ ഇളയമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ആരാണ് അവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു പ്രാർത്ഥനാ സദസ്സ് നടത്തും എല്ലാ മാസവും. ഈ 40 മാസം കഴിഞ്ഞിട്ട് 41-ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. അതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സർവശക്തനെ അനുഗ്രഹിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. എല്ലാവരും അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം, കൂട്ടുകുടുംബാംഗങ്ങളെ സ്നേഹിക്കണം. ഞാൻ എൻ്റെ വിഷയങ്ങൾ ഇതുമായിട്ട് വന്നതിൽ ആരും ഒന്നും പറയണ്ട. നിങ്ങൾക്ക് നല്ല നല്ല അഭിപ്രായങ്ങളും എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദിവസം ചോദിക്കുന്നതിന് സർക്കാർ നിങ്ങൾ ഇന്ന വിഷയങ്ങൾ സംസാരിക്കാം. തീർച്ചയായിട്ടും സംസാരിക്കും. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വേണ്ടി സംസാരിക്കും. അപ്പോൾ പറഞ്ഞു നിന്നൊരു ഉമ്മ എന്നുള്ള ആ ഒരു ഭാഗം ഞാനിന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നീണ്ടുപോയ വോയിസുകളാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് നയിക്കാൻ തയ്യാറാവുക. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് സർവശക്തൻ എല്ലാം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, മക്കളോടൊപ്പം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാണ്. അതുപോലെ തന്നെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുടെ ആഹാരം വെളിച്ചമായി കൊടുക്കട്ടെ, അവരുടെ പാരത്രിക ജീവിതം ധന്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള
എൻ്റെ എല്ലാവിധ സ്നേഹം പങ്കുവെച്ചുകൊണ്ടാണ് ഞാനിതിനെ നിങ്ങളോടൊക്കെ പറയുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.